യെസ്, വിജിൻ വായന്തോട തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. വിജിൻ, തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP ഉയർത്തിക്കാട്ടിയ മേയർ മുഖം അത് ശ്രീലേഖയുടെ തന്നെയായിരുന്നു, സംശയമൊന്നുമില്ല. പക്ഷെ പിന്നീടാണ് കേന്ദ്ര തീരുമാനമൊക്കെ മാറി മറിഞ്ഞത്. ഇപ്പോൾ അത് തുറന്ന് പറയുന്നതിനൊപ്പം തന്നെ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള അതൃപ്തി ശ്രീലേഖ രേഖപ്പെടുത്തുന്നുണ്ടോ? ജിൽസി ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ്, അവർക്ക് നൽകിയ ബൈറ്റിലാണ് ഈ അമർഷം ശ്രീലേഖ പുറത്ത് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഒന്നും ഇങ്ങനെ ഒരു പരസ്യ പ്രതികരണത്തിന് നിലവിൽ ശ്രീലേഖ മുതിർന്നിരുന്നില്ല. ആദ്യഘട്ടത്തിൽ തന്നെ IPS ഉദ്യോഗസ്ഥ സ്ഥാനമൊക്കെ ഒഴിഞ്ഞതിന് ശേഷം BJPയിൽ അവർ അംഗത്വമെടുക്കുന്നു. അതിനുശേഷം BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വരെയായി വലിയ തരത്തിലുള്ള ഒരു സ്ഥാനം ഒക്കെ നൽകി BJP ഉയർത്തിക്കൊണ്ടുവന്ന ആളാണ്. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനിറങ്ങുമ്പോൾ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരത്തിനിറങ്ങുമ്പോൾ തന്നെ ശ്രീലേഖയായിരിക്കും കോർപ്പറേഷൻ മേയർ എന്ന കാര്യത്തിൽ എല്ലാവർക്കും ഉറപ്പുണ്ടായിരുന്നു. വിജയിച്ചാൽ ശ്രീലേഖയെ ആ മേയറാക്കി ഉയർത്തിക്കാട്ടും എന്നുള്ളതായിരുന്നു അന്ന് പ്രതീക്ഷിച്ചിരുന്നത്. എല്ലാവരും അത്തരത്തിലുള്ളൊരു നീക്കം BJPക്ക് അകത്തും അങ്ങനെയുള്ള ചർച്ചകൾ തന്നെയായിരുന്നു ഉയർന്നത്. പക്ഷേ അവസാന നിമിഷമാണ് അക്കാര്യത്തിൽ V മുരളീധരൻ പക്ഷത്തിന്റെ കടുത്ത എതിർപ്പ്, ഒപ്പം തന്നെ കേന്ദ്ര നേതൃത്വത്തിലുള്ള സമ്മർദ്ദം ഉൾപ്പെടെ ചെലുത്തി അവസാന നിമിഷം ശ്രീലേഖയെ മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റുകയായിരുന്നു BJP ചെയ്തത്. രാജീവ് ചന്ദ്രശേഖർ ശ്രീലേഖയ്ക്ക് ഉറപ്പ് കൊടുത്തതാണ്, നിങ്ങൾ തന്നെയായിരിക്കും മേയർ. അങ്ങനെയാണ് മത്സരത്തിന് ഇറങ്ങിയത് എന്ന കാര്യമാണ് ശ്രീലേഖ വ്യക്തമാക്കുന്നത്. നേതാക്കൾ തന്നെ ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകി. ഒപ്പം തന്നെ 10 വാർഡുകളുടെ ചുമതലയാണ് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ തനിക്ക് നൽകിയത്. ആ ചുമതല നിറവേറ്റുകയും ചെയ്തു. അതിനുശേഷം കോർപ്പറേഷൻ മേയറാകും എന്ന് ഉറപ്പ് നൽകിയതാണ്. അത് അത്തരത്തിലുള്ളൊരു പോസ്റ്റർ പ്രചാരണവും BJPക്ക് അകത്തെ ചർച്ചകളും പ്രചാരണവും ഒക്കെ ആ രീതിയിൽ തന്നെയായിരുന്നു നടന്നത് എന്നുള്ളതാണ് ശ്രീലേഖ വ്യക്തമാക്കുന്നത്. എന്തായാലും കടുത്ത അമർഷത്തിൽ തന്നെയാണ് ഇവർ വ്യക്തിപരമായി പല ആളുകളോടും സംസാരിച്ചത്. താനിനി മത്സരത്തിനോ ഏതെങ്കിലും തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാനോ ഒന്നുമില്ല, അങ്ങനെ ഒരു ഓഫറൊക്കെ നൽകിയാണ് ശ്രീലേഖയെ അന്ന് BJP സംസ്ഥാന നേതൃത്വം അനുനയിപ്പിച്ചിരുന്നത്. S സുരേഷ് ഉൾപ്പെടെയുള്ളവർ വീട്ടിൽ ചെന്ന് കണ്ടാണ് ഇങ്ങനെ VV രാജേഷിന്റെ പേരിനാണ് കേന്ദ്ര നേതൃത്വം ഇപ്പോൾ പരിഗണന നൽകിയിരിക്കുന്നത് എന്ന കാര്യമൊക്കെ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ആ അമർഷം ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. താനിനി മത്സരത്തിനില്ല, BJP വിടാനുള്ള ഒരു ആലോചന പോലും താൻ നടത്തിയിട്ടുണ്ട് എന്ന കാര്യം പല സ്വകാര്യ സംഭാഷണത്തിലും ശ്രീലേഖ വ്യക്തമാക്കി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം വൈസ് പ്രസിഡന്റായിട്ടുള്ള മുൻ IPS ഉദ്യോഗസ്ഥ കൂടിയായിട്ടുള്ള ശ്രീലേഖ കടുത്ത അതൃപ്തിയിലേക്ക് ഇക്കാര്യത്തിൽ പോകുന്നു. കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരമാണ് അങ്ങനെ ഒരു നീക്കം ഉണ്ടായത്, VV രാജേഷിനെ മേയറാക്കുന്ന നീക്കം ഉണ്ടായത്. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ മത്സരിക്കണം എന്നുള്ള ആവശ്യം സംസ്ഥാന നേതൃത്വം ഉയർത്തിയിരുന്നു. പക്ഷേ അതിനിടയിലാണ് K സുരേന്ദ്രൻ തന്നെ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട്, മത്സരിക്കുന്നെങ്കിൽ വട്ടിയൂർക്കാവോ തൃശ്ശൂരോ വേണമെന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തുന്നത്. അതും ശ്രീലേഖയ്ക്ക് വലിയ തിരിച്ചടിയാണ്. എന്തായാലും സമ്മർദ്ദങ്ങൾ തുടർന്നാൽ K സുരേന്ദ്രന് തന്നെ ആ സീറ്റ് നൽകേണ്ടി വരും. അങ്ങനെയായാൽ ശ്രീലേഖ പൂർണ്ണമായും തഴയപ്പെടുന്ന സാഹചര്യത്തിൽ എത്തും. അതിലെ കടുത്ത അതൃപ്തിയാണ് നിലവിൽ എന്തായാലും ശ്രീലേഖയ്ക്ക് നിലവിൽ ഉള്ളത്. എന്തായാലും വലിയ അമർഷവും അതൃപ്തിയും പ്രയാസവും മേയറാക്കാത്തതിൽ ശ്രീലേഖയ്ക്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം മത്സര രംഗത്തൊക്കെ വരുമ്പോൾ മേയർ സ്ഥാനാർത്ഥി എന്നുള്ള ഒരു വാഗ്ദാനം കൊടുത്താണ് കൊണ്ടുവന്നത്. പക്ഷെ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു, വിജയിച്ചു, മേയർ ആവാനുള്ള ഒരു സാധ്യത ഉരുത്തിരിഞ്ഞു വന്നപ്പോൾ ശ്രീലേഖ ഔട്ട് എന്നുള്ളതായിരുന്നു. ഈ അമർഷത്തിന് പുറത്ത് പാർട്ടി വിടാനുള്ള സാധ്യത വരെ ഉണ്ട് എന്നാണ് ഇപ്പോൾ വിജിൻ പറയുന്നത്. കാരണമുണ്ട്, ഇവരെ എന്തുകൊണ്ട് മേയറാക്കിയില്ല എന്ന ചോദ്യത്തിനും ഇവർ മേയറായി കഴിഞ്ഞാൽ പാർട്ടിക്ക് പൂർണ്ണമായും ഇവർ വഴങ്ങുമോ, ഇവർ പൂർണ്ണമായി ഒരു BJPക്കാരിയാണോ എന്ന ഡൗട്ടൊക്കെ നേതൃത്വത്തിലുണ്ട്. അപ്പൊ പൂർണ്ണമായി വഴങ്ങില്ലേ എന്ന ഒരു സംശയമൊക്കെ ഉള്ളത് കൊണ്ടാണ് VV രാജേഷിനെ. മാത്രമല്ല കാര്യത്തോട് അടുത്ത് വന്നപ്പോൾ കാലാകാലങ്ങളായി BJP പ്രവർത്തിച്ചു വന്ന ആളുകളെ കൂടെ പരിഗണിക്കേണ്ടതുണ്ടല്ലോ. വളരെ പെട്ടെന്ന് വന്ന ആളാണല്ലോ ശ്രീലേഖ. അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തു. അതിൽ ശ്രീലേഖ ഇനി കൂടുതൽ എന്തെങ്കിലും നടപടികളിലേക്ക് കടക്കുമോ? അതൃപ്തിയും അമർഷവും മൂത്ത് അത് എവിടെ വരെ പോകും എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.